This massive warehouse fire was allegedly the work of a disgruntled employee. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ വളരെ തമാശ നിറഞ്ഞതും അപ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ടുമുള്ള ഒരു വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കാനഡയിലെ ഒണ്ടാരിയോ പോലെ തന്നെയുള്ള ഒണ്ടാരിയോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാലിഫോർണിയയിലും. അവിടെ ഏതാണ്ട് 2 മില്യൺ സ്ക്വയർ ഫീറ്റിൽ വരുന്ന അല്ലെങ്കിൽ 20 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയ വെയർ ഹൗസ്, ഈ ടിഷ്യൂ പേപ്പറിന്റെ ഒക്കെ ഉള്ള ഒരു വലിയൊരു വെയർ ഹൗസ് ആണ്. അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ജോലിക്കാരൻ തന്നെ, അതായത് അബ്ദുൽ കരീം എന്ന് പറയുന്ന 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ ലൈറ്റർ കത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാലറി നിങ്ങൾ തരുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊരു പാഠം പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ലൈറ്റർ കത്തിച്ചുകൊണ്ട് ഓരോ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ടിഷ്യൂ പേപ്പറുകൾ, 10,000-കണക്കിന് ടിഷ്യൂ പേപ്പറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ആ അടുക്കി വെച്ചിരിക്കുന്ന ഓരോന്നും കുത്തി കീറിയിട്ട് അതിനകത്ത് ഈ ലൈറ്റർ കത്തിച്ചുകൊണ്ട് ഓരോന്നും കത്തിച്ചു വിടുക. കത്തിച്ച് ഇങ്ങനെ വിടുക. അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല പോലും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് ആണ്. എന്തായാലും മിനിറ്റുകൾ കൊണ്ട് ആ ഒരു വെയർ ഹൗസ് മുഴുവനും കത്തിച്ചാമ്പലായി. നമുക്കറിയാലേ, ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പറാണ്. നമ്മൾ ഈ വാഷ്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന അത് ടോയ്ലറ്റ് ടിഷ്യൂ ഉൾപ്പെടെ നാപ്കിൻ ഉൾപ്പെടെയുള്ള ടിഷ്യൂ പേപ്പറുകളുടെ ഒരു വലിയ കൂമ്പാരമാണ്. നിമിഷ നേരം കൊണ്ട് ആ 20 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ മോസ്റ്റ് ഓഫ് ദ ഭാഗവും കത്തി നശിച്ച് എരിഞ്ഞടങ്ങി. എന്നിട്ട് ഇഷ്ടന് ഇത് മനോഹരമായിട്ട് ഇതിന്റെ വീഡിയോ എടുത്ത് പുള്ളി അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ചിന്തിക്കാം, അതിനുള്ള ഒരു വിവരമേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേടാ, എത്രയോ പേർക്ക് ഈ പറഞ്ഞ പോലെ ജോലി ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് അവനൊന്നുമില്ലെങ്കിലും വെയർ ഹൗസിൽ അവന് ജോലി ഉണ്ടല്ലോ. അതും അമേരിക്ക പോലുള്ള സ്ഥലത്ത്. ഇനിയിപ്പോൾ അമേരിക്ക ആയാലും കാനഡ ആയാലും ലോകമെമ്പാടും നമുക്കറിയാം, ഒരു ജോലിയുടെ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ ഒരു സമയത്ത് ഒന്നുമില്ലല്ലോ അവനൊരു ജോലിയുണ്ട്. അവന് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ല, ശമ്പളം കുറഞ്ഞു പോയി എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് അവൻ ഈ പണിയെല്ലാം ചെയ്തത്. ആയിരക്കണക്കിന് ആളുകളുടെ വിവിധ തരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് ഇടയാകുന്നത്. അവന്റെ പേരുകൊണ്ട് അവനൊരു തീവ്രവാദിയാണോ, അവൻ ഏത് രാജ്യത്തുനിന്ന് വന്നവനാണ്, അതായത് മനഃപൂർവ്വം ഇതൊരു അട്ടിമറി ശ്രമമാണോ, അതായത് അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് ചെയ്തതാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്തായാലും ഒരു സാമാന്യമായ രീതിയിൽ അല്പമെങ്കിലും വിവരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുമോ? ഇനിയും പോട്ടെ, നമ്മളെല്ലാം ഇങ്ങനെ ചിന്തിക്കുക, എത്രയോ ആളുകൾക്കല്ലേ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരും അവരുടെ കിട്ടുന്ന ശമ്പളത്തിൽ ഹാപ്പിയാണോ? അല്ല. ഇങ്ങനെ നാളെ മുതൽ ഓരോരുത്തരും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഓരോ വെയർ ഹൗസുകളും ഫാക്ടറികളും ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ഒരു വലിയ തമാശകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. എന്തായാലും അവനെ പിടിച്ചു, അവനെ കൈയോടെ പൊക്കി 5 വർഷം മുതൽ 20 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു വലിയ സംഭവമാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മളെപ്പോലുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ പണികളൊക്കെ ഒപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവൻ, ന്യൂസിലൻഡ് ആയാലും ഓസ്ട്രേലിയയിലായാലും നിങ്ങളിപ്പം ഒരുപക്ഷെ ഓരോ ദിവസം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് UK-യിലായാലും കാനഡയിലായാലും എല്ലാം നമ്മളുടെ ഇമിഗ്രൻസിനെ കൊണ്ട് ഇപ്പോൾ ഓരോ രാജ്യങ്ങളും പൊറുതിമുട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പണികളൊക്കെയാണ് അത് കാട്ടിക്കൂട്ടുന്നത്. Investigators say they are reviewing all evidence, including social media videos like this one, where they say the 29-year-old, who is an employee there, filmed himself setting off fires inside the warehouse while talking about his salary frustration. 20 employees were inside and were evacuated without injury. Kareem, they say the damages are over $500 million, which include the paper products inside that fueled the fire for several hours. Tonight, the Kimberly-Clark warehouse remains closed as the cleanup efforts are just getting started. The company says they are working to relocate their workers to other locations, as neighbors say they keep smelling smoke and wondering what happens next. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ഞാൻ സൈനോട് റെക്സി ജോയ്. Bye.